ഇഷ്ടതാരങ്ങളുടെ സിനിമാ റിലീസ് സമയത്ത് അഭിനേതാക്കളോടുള്ള ആരാധകരുടെ അമിതാവേശം വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള ഒന്നാണ്. റിലീസിന്റെ അന്ന് തന്നെ ഫസ്റ്റ് ഷോ കാണാൻ ഇടിച്ചു കയറിയെത്തുക, പടക്കം പൊട്ടിക്കുകയോ തിയേറ്ററിന് പുറത്ത് കൂറ്റൻ കട്ടൗട്ടുകൾ സ്ഥാപിക്കുകയോ ചെയ്യുന്നത് പതിവ് കാഴ്ചയെന്നോണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കട്ടൗട്ടുകൾ സ്ഥാപിക്കുക മാത്രമല്ല, അതിൽ പാലഭിഷേകം നടത്തുന്നതും ആരാധകർക്കിടയിലെ പ്രധാന വിനോദമാണ്. ഏതെങ്കിലും നടനോടോ നടിയോടോ ഒരു ഇഷ്ടക്കൂടുതൽ, ഒരു ആരാധന, അത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. താല്പര്യം, ഇഷ്ടം, അതും കടന്നൊരു ആരാധന, അതിരു കടന്ന ആരാധന. ഇതാണ് സെലിബ്രിറ്റി ഒബ്സർവേഷൻ ഡിസോർഡർ എന്ന അവസ്ഥ. സെലിബ്രിറ്റികളെ പോലെയാകാൻ ജീവിതശൈലിയിലും രൂപത്തിലും മാറ്റങ്ങൾ വരുത്തുക, അതിനുവേണ്ടി പണം ചെലവഴിക്കുക, അവരുടെ സ്റ്റൈൽ, ഡയറ്റ് പ്ലാൻ, വർക്കൗട്ട്, ഹെയർ സ്റ്റൈൽ, വസ്ത്രധാരണ എന്നിവ പിന്തുടരുക, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇതിന് 3 അവസ്ഥകളാണുള്ളത്. ഒരു സെലിബ്രിറ്റിയെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നതും അവരെക്കുറിച്ച് സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊരു സാധാരണ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അപകടകരമായ ഒന്നും തന്നെ ആരാധകർക്ക് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നില്ല. ആരാധന അല്പം കൂടി കടന്ന് തീവ്രവും വ്യക്തിപരവുമാകുന്ന അവസ്ഥയാണിത്. ഇഷ്ടതാരം നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്ന് വിശ്വസിക്കുക, കൂടെയുള്ളവരെക്കാൾ അവരെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക. ഇതൊക്കെയാണ് ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണങ്ങൾ. ആരാധന ഏറ്റവും തീവ്രമായ അവസ്ഥയാണ് ബോർഡർ ലൈൻ പാത്തോളജിക്കൽ. ഇഷ്ടതാരത്തിനു വേണ്ടി നിയമം കയ്യിലെടുക്കാൻ വരെ തയ്യാറാവുക, അവരുടെ ശ്രദ്ധ കിട്ടാൻ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കുറ്റകരമായ അവസ്ഥയിലേക്ക് ഈ ആരാധന മാറുന്നു. ഇത് അപകടകരമാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സ്വയം ബോധവാനാകാൻ ശ്രമിക്കണം. എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടി കാണിക്കരുത്.